ഹലോ ഗൈസേ, രേണുവിന് എന്തോ രോഗാവസ്ഥ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഗൈസ്. അപ്പോൾ നമുക്കത് നോക്കി നോക്കട്ടാ. സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ലേഡി തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അതായത് അവരുടെ ഭർത്താവ് സുധി കൊല്ലത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം. സുധി കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിയത് അദ്ദേഹത്തിന്റെ ആ ഒരു മിമിക്രിയും കഴിവും ഇതൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ രേണു സുധി ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് പ്രേക്ഷകരെ ഇപ്പോഴേ എങ്ങനെ തെരുവിളിപ്പിക്കാം എന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദയ അച്ചു എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസറാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് താരമാണ്. അവരിപ്പോഴും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ രേണു സുധിയെ ഒന്നും പറയത്തില്ല. കാരണം രേണു സുധിയെ പറ്റിയിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാനിടയായി. സുധിയുടെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ സുധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു കൊച്ചുണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവര് ഡിപ്രഷനിലേക്ക് പോയിരുന്നു. ഞാനാണ് അവരെ രക്ഷിച്ചത് എന്നുള്ള തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ദയ അച്ചു പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന്റെ അവസ്ഥ എനിക്കറിയാം, ഞാനും ഇതിന്റെ ഒരു ചെറിയ രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണോ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞപ്പോഴത്തെ കേസ്, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നു, ഭയങ്കര തീവ്രമായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഗൈസ്? ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ ദിവ്യ ജോണി എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ കാര്യമൊക്കെ. അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ദയ അച്ചു പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ട് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ ദയ അച്ചു വിവാഹമോചനമൊക്കെ കഴിഞ്ഞു, ഭർത്താവിന്റെ കൂടെയാണ് മക്കളൊക്കെ താമസിക്കുക. അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വേറൊരു ബന്ധം നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ വരുന്നതും അയാൾ പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നാണ് ദയാച്ചു പറയുന്നത്. ഏതായാലും ദയാച്ചു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടതിന് ശേഷം നമുക്കതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. രേണു സുധി, ഞാനിപ്പോ ഒരു വീഡിയോ ഇതിനു മുന്നേ എന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് പിന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ കാണണം. അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ. അപ്പം കൊല്ലം സുധിച്ചേട്ടൻ ഒരു ഇന്റർവ്യൂവില് ഏഴുവിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ അഥവാ രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ കിച്ചു ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് രേണു ആദ്യം പ്രസവിച്ച കുട്ടിനെയാണ്. ഈ രണ്ടാമത്തെ കുട്ടി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ആ പ്രസവം കഴിഞ്ഞതോട് കൂടിയിട്ട് മെന്റലി ഡിപ്രഷൻ ബാധിച്ച് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. സോ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കുറ്റബോധം തോന്നി എന്നോട് തന്നെ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിയോട് ആണല്ലോ നമ്മള് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവോ എന്ന് എനിക്കറിയത്തില്ല. സോ അതിൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുതൽ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയ്ക്കും ഞാൻ എന്റേതായ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല. ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണാൻ ഇടയായത്, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഡിപ്രഷൻ ബാധിക്കുക എന്നുള്ളത് അവരെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ അറിയാം. കാരണം ഞാൻ സ്നേഹിച്ചിരുന്ന, നിങ്ങൾക്കറിയാം, ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു, എക്സ് ബോയ് ഫ്രണ്ട്. പുള്ളിക്കാരനെ ഇതുപോലുള്ള ഒരു മാനസിക ഡിപ്രഷൻ ബാധിച്ച് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് എന്നിൽ മറച്ചു വെച്ചിട്ട് എന്നോടൊരു ഇഷ്ടം ഉണ്ടാക്കി. അത് പിന്നീട് ഞാൻ അറിയാനിടയായപ്പോഴേക്കും ഒരു തലനാരിഴയിലൂടെയാണ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയത്. സോ മാനസിക ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന എന്തൊക്കെ മനസ്സിലായില്ല. ഇവരുടെ എക്സ് ബോയ് ഫ്രണ്ടിന് ഡിപ്രഷനായിരുന്നു, അതറിയാണ്ട് ഇവരെ സ്നേഹിച്ചു, ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്തു ഇവരോട്. ഇവരത് അറിഞ്ഞ് എന്നിട്ട് തലനാരിഴക്ക് രക്ഷപ്പെട്ടത് എന്ന് വെച്ചാൽ മറ്റേ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഇവരെ ഉപദ്രവിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്.
മനസ്സിലാക്കാൻ പറ്റും. കാരണം എൻ്റെ കൂടെ അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട്, ഉണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടും എനിക്കതറിയാം. അതെന്താന്ന് വെച്ചാല്, ഇവർക്ക് ചില നേരങ്ങളില് ടെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് മൈൻഡ് മാറും. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ചിലവർക്ക് അതൊരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ കാര്യമല്ല ഇവിടെ പറയണ തോന്നുന്നു കേട്ടോ. മൊത്തത്തിലുള്ള ഒരു ഡിപ്രഷൻ്റെ കാര്യമാണ് തോന്നുന്നു. സ്വപ്നം പോലെ മനസ്സിലാക്കാൻ കഴിയും. ചിലവർക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പലർക്കും പല ടൈപ്പാണ് ഇതെനിക്ക് തിരിച്ചറിയുമ്പോ എന്താ, ഒരു ജീവൻ എനിക്ക് എങ്ങനെയോ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയാണ്. ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ഈ ഉണ്ണിയോ എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാ വെള്ളിയാഴ്ചയും എന്നെ കാണാൻ വരും. എന്നിട്ട് ശനി ഞായർ ഒക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാനാണ് പുള്ളിക്കാരനെ കൊണ്ടുവിടുന്നത്. ബൈക്കിൽ ഞാനും പുറകെ ഇരുന്ന് പുള്ളിക്കാരൻ പത്തനംതിട്ടയിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരും. ഞാൻ ബസ്സിൽ കയറി വരും. ബൈക്കിലാ പോവുക അവിടുന്ന്. പുള്ളിക്കാരൻ ബൈക്കിലാ വരും. ഇപ്പൊ ഒരു ഫോൺ വാങ്ങിച്ചു. വെള്ളിയാഴ്ച ദിവസം ഞാൻ ഫോൺ വാങ്ങിച്ചു. അത് പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. സോ പുള്ളിക്കാരൻ അവിടെ നിന്ന് വരുവാണ് സർപ്രൈസ് ആയിട്ട് എന്നെ കാണിക്കാനായിട്ട്. അങ്ങനെ സർപ്രൈസ് പലതും കാണിച്ചിട്ടുണ്ട്. എനിക്കതിലൊന്നും ഒരു വിഷയമല്ല. ഏത് സമയത്തും സർപ്രൈസ് ആയിട്ട് വന്നോട്ടെ. കാരണം എന്റെ റൂമിൽ ആരും ഇല്ല. എനിക്കതിനെ പേടിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് റൂമിൽ ചെക്കിങ് ആണ്. എനിക്കൊന്നും അറിയില്ല എന്താ സംഭവം. സോ പുള്ളിക്കാരൻ സർപ്രൈസ് ആയിട്ട് വന്നപ്പോ ഞാൻ ഈ ഫോൺ മേടിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. അത് പുള്ളിക്കാരൻ ഞാൻ പറയാതെ കണ്ടപ്പോ അവിടെ വെച്ച് പുള്ളിക്കാരൻ ദേഷ്യം വന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ അതിനെ പറഞ്ഞു തിരുത്തി. എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ പറയാൻ വേണ്ടി അപ്പോഴേക്കും പുള്ളിക്കാരന്റെ മൈൻഡ് വേറൊരു രീതിയിലായി. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്ക് വിശ്വസിക്കാം. നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ ചുരിദാറിന്റെ ഷാള് കൊണ്ട് എന്നെ തള്ളി ഈ കട്ടിലിട്ടിട്ട് ആ ഷാള് കൊണ്ടാണ് കഴുത്തിൽ മുറുക്കി കൊല്ലാൻ ശ്രമിച്ചത്. പിന്നീട് എപ്പോഴോ മൈൻഡ് വേറൊരു രീതിയിലേക്ക് മാറിയപ്പോ ആ കൈ പതുക്കെ അയഞ്ഞു. അപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീണു. എനിക്ക് ബോധം ഇല്ല. പിന്നെ പുള്ളിക്കാരനാണ് വെള്ളം തെളിച്ച് എന്റെ ബോധം തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്നോട് അയാള് പറയുവാണ്, എനിക്ക് എന്തോ ആവുന്നു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ. അപ്പൊ സമയം എത്രയെന്ന് അറിയോ? വെളുപ്പിന് 1 മണിയായി ഈ സംഭവം നടക്കുമ്പോ. ദൈവം എന്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങള് എന്നെ ഒന്നും ഇപ്പൊ കാണത്തില്ല. ഞാനൊക്കെ പോയി കാണും. എന്റെ ഓർമ്മയെ നഷ്ടപ്പെട്ടു. ഷാളെടുത്ത് കഴുത്തിലിട്ട് മുറുക്കിയിട്ട് കൈയും കാലം പിടഞ്ഞ് എന്റെ ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ ആ പുള്ളിക്കാരന്റെ ആ മൈൻഡ് അവിടെ വെച്ച് ചേഞ്ച് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ടെൻഷൻ നമുക്ക് വരുമ്പോ അത് ചിലപ്പോ ആ ടെൻഷൻ ചെറുതായിരിക്കാം. ഇപ്പൊ ഞാനാണോ ടെൻഷൻ കൊടുത്തത്? ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറയാൻ നിന്നതായിരുന്നു. പുള്ളിക്കാരനാണ് സർപ്രൈസ് ആയിട്ട് എന്റെ റൂമിൽ വന്നത്. അപ്പൊ പറയാ എന്ന് വിചാരിച്ചിരുന്നപ്പോ പുള്ളിക്കാരന്റെ കണ്ണിൽ ഞാൻ പറയാതെ തന്നെ കണ്ടത് കൊണ്ട് ഞാൻ എന്തോ ആർക്കോ വേണ്ടി വാങ്ങിച്ചതാണ് ആ മൊബൈല്. ഒരു ചെറിയ ഫോണ്, ഏതറിയോ, 10,000 രൂപയ്ക്ക് കിട്ടുന്ന മൊബൈല്. എന്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അത് പറയാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് പുള്ളിക്കാരന് ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് എന്തോ ആവുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനു മുന്നേ എന്തെങ്കിലും? ഉണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിട്ടത് എന്താന്ന് കാരണം എന്ന് വെച്ചാൽ, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പിറപ്പുമില്ല, സ്വന്തക്കാരുണ്ട്, എല്ലാം അവരവരുടെ. എന്റേതായ സ്വന്തങ്ങളൊന്നുമില്ല. മക്കള് പോലും അച്ഛന്റെ കൂടെയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ സപ്പോർട്ട് പറയാനോ എനിക്ക് ആരുമില്ല. ഡിപ്രഷൻ മൂലം എന്നെ എന്തെങ്കിലും കുത്തിക്കൊല്ലുക, ഇതുപോലെ ഷാളിട്ട് മുറുക്കുക, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് പോയി. അവിടെ ചോദ്യം ചെയ്യാനോ എന്റെ കൂടെ വന്ന് നിൽക്കാനോ ആരും ഇല്ല ഞാനല്ലാതെ. അപ്പൊ എനിക്ക് എന്റെ സുരക്ഷിതത്വം എനിക്ക് നോക്കണം. അതുകൊണ്ട് നല്ല രീതിയിൽ ആ ബന്ധം ഞാൻ വേർപെടുത്തി. ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചു. അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഭവപ്പെട്ട് കാണാം, അല്ലെങ്കിൽ പറഞ്ഞു കാണാം. എന്തായാലും ഇത്
എനിക്ക് സംഭവിച്ച കാര്യം. അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതാണ്, കുറ്റം പറയാനില്ല. അപ്പോ എന്തിന് ഞാനിനി ഇപ്പൊ ഈ രേണുവിന്റെ ആൽബം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സാധാരണഗതിയിൽ എന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ ട്രോളാം, പിച്ച് ചീന്താം, ചവിട്ടിക്കൂട്ടാം ഒക്കെ ചെയ്യാം. അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കും. ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാൻ നിർത്തി. ഇനി എന്നിൽ നിന്ന് ഒരു പ്രതികരണവും രേണുവിന്റെ വീഡിയോയ്ക്ക് ഉണ്ടാവത്തില്ല എന്ന് പറയുകയാണ് ഞാൻ. കാരണം ഒരുപാട് അറിയാം, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അതായത് രേണുവിന് ഇതുപോലെ ഡിപ്രഷൻ ഉണ്ടായിരുന്നെന്നും അതിലേക്ക് പോകാതെ രേണുവിനെ രക്ഷപ്പെടുത്തിയത് ഒരുപക്ഷെ സുധിയായിരിക്കാം. ഇപ്പോഴും നമ്മളിങ്ങനെ നിരന്തരമായിട്ട് രേണുവിനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അവർ ഡിപ്രഷനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രേണു ഇതുപോലെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയാച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടെങ്കിലാണെന്ന് ഞാൻ പറഞ്ഞത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ലതിനും ഉപയോഗിക്കാം, മോശത്തിനും ഉപയോഗിക്കാം. ഒരുപാട് പേര് നല്ലതിന് ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഒരു വിഭാഗം ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തിളങ്ങണമെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ. എനിക്ക് ആ അഭിപ്രായം തന്നെയുണ്ട്. കാരണം നെഗറ്റീവ് വാർത്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത്. നല്ല നല്ല കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അല്ല ഗൈസ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. ഇന്ന് എനിക്ക് മനസ്സിലുള്ള ഒരു കാര്യം, ദയാച്ചുവിൻ്റെ അഭിപ്രായം പറഞ്ഞു. അവർ പേഴ്സണൽ ലൈഫിൽ ഒരാൾക്ക് അവർ പാർട്ട്ണറിന് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് അങ്ങനെ ചെയ്തു, ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഒഴിവാക്കിയെന്ന്. ഞാൻ ദയാച്ചുവിൻ്റെ കൂടെയാണ്. ദയാച്ചു ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഓക്കെ. ഇവിടെ രേണുസുധിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് രേണുസുധിനെ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോകണില്ല. രേണുസുധിക്ക് ഡിപ്രഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ട്രോളായിരുന്നു, ചവിട്ടിക്കൂട്ടായിരുന്നു അത് എന്നൊക്കെ അവർ ചിലപ്പോൾ ഒരു ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ദയാച്ചു പലപ്പോഴും സദാചാരം വെച്ചിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഭക്ഷണം വാരി കൊടുക്കാൻ പാടുണ്ടോ, അത് പാടുണ്ടോ, ശരിയാണ്. ഒരു സാധാരണ ആളുകളുടെ ഒരു ചിന്ത രീതിയിൽ പറഞ്ഞു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക്, കോൺട്രവേഴ്സികളിലേക്ക് എത്തണ്ടെന്നോ, അവരെ മറ്റുള്ളവരെ സ്ലട്ട് ഷെയിം ചെയ്യേണ്ടെന്നോ, അത് ആ കുട്ടികളെ ബാധിക്കുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മളൊരു കുറച്ചുകൂടിയൊക്കെ ഒന്ന് പുരോഗമന രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഞാൻ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യണതല്ല കേട്ടോ, എന്നാലും അറിയിക്കുമ്പോൾ ഒരാൾക്ക് ഭക്ഷണം വാരി കൊടുത്തു അല്ലെങ്കിൽ അയാളും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളതുകൊണ്ട് അവരിങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മറ്റേത് തെറ്റ് ഇത് ശരി എന്നൊക്കെ പറയുമ്പോഴേ അവരൊരു ആക്ടിങ് മേഖലയിൽ, സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഇതൊക്കെയാണല്ലോ വ്യക്തികൾക്ക് താല്പര്യമുള്ളൊരു മേഖല എന്ന് പറയുന്നത്. അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല, അവരിതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെയൊക്കെ ഇങ്ങനെ സദാചാരം വെച്ച് വിലയിരുത്തുന്നത്, തെറ്റ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വിലയിരുത്തുന്നത്, അത് അവരെ അപ്പോൾ പിന്നെ അവർ പ്രൊഫഷനിൽ എങ്ങനെ ചെയ്യേണ്ടത്? കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല ഇല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ദയാച്ചുവിന് ഇങ്ങനൊരു ബാഡായ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് സംഭവം ഡിപ്രഷൻ അനുഭവിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്താ സംഭവം. കാരണം അത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പലപ്പോഴും നമ്മളും ചുറ്റും കണ്ടിട്ടുള്ളതും നമ്മളും അതിലൂടെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, രേണുസുധി ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്. ഒന്നാമത്തെ കാര്യം, മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് കൊല്ലസുധി പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. എന്താണ് കേസ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ രേണുസുധി പറയുന്നത് നമ്മളെല്ലാവരും പോലുള്ള ഒരു വ്യക്തിയാണ്, അവർ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആവണമെന്ന് അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ നമ്മുടേതായ കുറേ ആശയങ്ങളൊന്നും വെച്ചിട്ട് ഇത് തെറ്റ് ഇത് ശരി എന്ന് പറയണതിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലിവ് ആൻഡ് ലെറ്റ് ദിസ് ലിവ്. നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുക അല്ലേ. അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് നോട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ, അങ്ങനൊരു സംഗതി. അപ്പോൾ എന്തായാലും രേണുസുധി ആ മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനും വയസ്സായ 2 പേര് വീട്ടിലുണ്ടല്ലോ രേണുസുധിയുടെ വീട്ടിൽ, അവരെ നോക്കാനും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളായിട്ടാണ് മെയിനായിട്ട് അവരുടെ ആക്ടിവിറ്റീസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പലപ്പോഴും അതിനെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ സംസാരിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവർ ആ വീഡിയോ ഇപ്പോൾ
കാണാനുമില്ല. ലക്കി ഡ്രോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരൊരു ആഡ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പ്രതീക്ഷ ഒത്തിട്ട്. അതിപ്പോൾ കാണാനല്ല അവിടെ, എന്താ ഒരു മനസ്സ് പറ്റിയത് അവിടെ ഒഴിവാക്കി തോന്നണം. അപ്പോൾ എന്തായാലും ഗൈസ് ഇങ്ങനൊരു വാർത്ത കണ്ടു, ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ഇനി രേണുസുധീനെ ആരും ട്രോളില്ലേ, കുറ്റപ്പെടുത്തൂലേ, ഒറ്റപ്പെടുത്തൂലേ, അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും രേണുസുധിക്ക് എല്ലാവിധ ആശംസകളും, ദയാച്ചുവിനും എല്ലാവിധ ആശംസകളും. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ദയാച്ചുവിനും രേണുസുധിക്കും എല്ലാവർക്കും ഇരിക്കാൻ സാധിക്കട്ടെ. ദയാച്ചു ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ, അല്ലേ, ഇപ്പോൾ ആരുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സമയത്ത്. കാരണം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണുള്ളത്. എന്തായാലും വേറെ വീഡിയോയിലാണ് ഗൈസ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.